ഡോക്ടർ ജയരാജ്, കിട്ടാത്ത മുന്തിരി പുളിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെയൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്? നോക്കൂ, വലിയ തിരിച്ചടിയുണ്ടായി. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളിലും. അതിൻ്റെ അടിസ്ഥാനത്തിലാണോ വിജയരാഘവൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്, അതോ വളരെ സതുദ്ദേശപരമായിട്ടാണോ? അതായത് അവർ പറഞ്ഞത്, ഇന്ന് എം വി ഗോവിന്ദൻ ആവർത്തിച്ചത്, അതായത് ഭൂരിപക്ഷ തീവ്രവാദത്തെ എതിർക്കുന്നത് പോലെ ന്യൂനപക്ഷ തീവ്രവാദത്തെയും ഞങ്ങൾ എതിർക്കുന്നു. അതാണ് എക്കാലവും സ്വീകരിച്ചു പോന്ന നിലപാട് എന്നാണ് പറഞ്ഞത്. അതേസമയം ലീഗിനെ പ്രത്യക്ഷത്തിൽ ആക്രമിക്കാതെ പിന്നെ ലീഗിനെ ഒന്ന് സുഖിപ്പിക്കാനുള്ളൊരു ശ്രമം കൂടി എം വി ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ടി പി രാമകൃഷ്ണൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള ഒരു പരാമർശമാണ് ഉണ്ടായത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങളുടെ നിലപാട്? നേരത്തെ എൻ ശ്രീകുമാർ പറഞ്ഞതുപോലെ നേരത്തെ പാർട്ടി പോളിറ്റ് ബ്യൂറോയും പിന്നെ പാർട്ടി കോൺഗ്രസും ഒക്കെ ആയിരുന്നു തീരുമാനിച്ചിരുന്നത് എന്തായിരിക്കണം പാർട്ടിയുടെ നിലപാട്, നയസമീപനങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതാണ്. ഇതിപ്പോൾ വിജയരാഘവനെന്ന് പറയുന്നു, അത് ഏറ്റുപിടിക്കാൻ എം വി ഗോവിന്ദൻ, അതുപോലെ ടി പി രാമകൃഷ്ണൻ. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു നിലപാട് അത് പാർട്ടി വേദികളിൽ ആലോചിച്ച് തീരുമാനിക്കാത്തത്? അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ നേരത്തെ ഈ ചർച്ചയിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അഡ്വക്കേറ്റ് രാംകുമാർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ ശ്രീമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീമാർ സാറിൻ്റെ വാർത്തയിൽ നിന്ന് മനസ്സിലായി ചരിത്രത്തിനെ കുറിച്ച് പറഞ്ഞു എന്ന്. ചരിത്രത്തിന് എന്തിനാണ് കോൺഗ്രസ് നിഷേധിക്കുന്നത്? ചരിത്ര ഓർമ്മകൾ ഉണ്ടായിരിക്കണം, എല്ലാ കാര്യങ്ങളുടെയും ഓർമ്മകൾ ഉണ്ടായിരിക്കണം ശ്രീമാർ സാറേ. അതുപോലെ തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകനല്ലേ, പാർട്ടി പരിപാടി എടുത്തൊന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ വിജയരാഘവൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പാർട്ടിയുടെ നയം തന്നെയാണ്. ലീഗിനെ അല്ല അവിടെ ആക്രമിച്ചത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്രവാദിയെയും SDPI എന്ന് പറയുന്ന തീവ്ര മുസ്ലിം സംഘടനയാണ്. മുസ്ലിം ലീഗിന്റെ കാര്യം പറഞ്ഞില്ല. ഡോക്ടർ ജയരാജ്, അങ്ങനെയാണെങ്കിൽ ആ പേരുകൾ എന്താണ് പരാമർശിക്കാതെ പോയത്? ആ പേരുകൾ ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നൊക്കെ പേരെടുത്ത് എന്തുകൊണ്ടാണ് പരാമർശിക്കാതെ പോയത്? തന്നെയാണ് പറഞ്ഞത്, പേര് പറഞ്ഞില്ല. തീവ്രവാദ സംഘടന എന്ന് പറയുമ്പോൾ ലീഗ് തീവ്രവാദ സംഘടന എന്ന് ആരെങ്കിലും പറയുമോ? അല്ല. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ സംഘടന തീവ്രവാദ സംഘടനയാണെന്ന് RSSകാർ പോലും പറയില്ല. അല്ല, നോക്കൂ, അദ്ദേഹം പറഞ്ഞത് വയനാട്ടിൽ പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ആരൊക്കെയായിരുന്നു? ചോദ്യം നമ്പർ 1, ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ. അദ്ദേഹം മൂന്നാമത് പറയുന്നു തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ എന്നുള്ളതാണ്. അവിടെ പേരെടുത്തൊന്നും പറയുന്നില്ല. അങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ പറയാലോ. തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളല്ലോ. അല്ല, അങ്ങനെ എന്തിനാണ് ഊഹത്തിന് ഒരു സ്പേസ് കൊടുക്കുന്നത്? തീവ്രവാദത്തിന്റെ കാര്യം പറയുന്നുണ്ട്, അത് എല്ലാ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ലോ. മുസ്ലിങ്ങളിലെ തീവ്രവാദികളെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്, അല്ലാതെ മുസ്ലിം വിഭാഗത്തിനെ ഒന്നടങ്കം ആക്ഷേപിച്ചൊന്നുമല്ല. പാർട്ടി പരിപാടിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ചെറുക്കുന്ന പാർട്ടി തന്നെയാണ് CPM എന്ന്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സമകാലീന സാഹചര്യത്തിൽ ഭൂരിപക്ഷ വർഗീയതയാണ് ന്യൂനപക്ഷ വർഗീയതയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ന്യൂനപക്ഷ വർഗീയതയെ പിന്തുണയ്ക്കേണ്ടെന്ന ചില സാഹചര്യങ്ങളും ഇന്ത്യൻ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പാർട്ടി പരിപാടി കൃത്യമായിട്ട് ശ്രീമാർ സാർ അത് വായിക്കാത്തത് കൊണ്ടാണ് കൃത്യമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് വിജയരാഘവൻ പറഞ്ഞതിനെ. ഈ വർഗീയ സംഘടനകളുടെ ഒക്കെ പിന്തുണ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ലേ? തരാതരം ലഭിച്ചിരുന്നില്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിൽ കണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചതും വോട്ട് വാങ്ങിപ്പോയതും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണ് ഈ വിഷയത്തിലുള്ളത്? നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ വിമർശിക്കാനാവും? ഒരു വർഗീയ സംഘടനയുടെയും ഞാൻ കൃത്യമായിട്ട് പറയട്ടെ, അനിൽ സാറെ, ഞാൻ കൃത്യമായിട്ട് പറയട്ടെ, ഒരൊറ്റ വർഗീയ സംഘടനയുടെയും ഒരു ജാതി സംഘടനയുടെയും തിണ്ണ നിറങ്ങാനായിട്ട് CPMന്റെ ഒരു പ്രവർത്തകൻ, ഒരു സാധാരണ പ്രവർത്തകൻ പോലും ഇതുവരെ പോയിട്ടില്ല. അങ്ങോട്ട് പോയി കണ്ടതോ? ഞാൻ ഇന്ന് ഈ ഇടത് നിരീക്ഷകൻ എന്നുള്ള കുപ്പായ അഴിച്ചു വെക്കാം. ഞാൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങോട്ട് പോയി കണ്ടല്ലോ. കാണാൻ ആരും ജമാഅത്തെ ഇസ്ലാമി വോട്ട് മേടിച്ച് ആരും ജയിച്ചിട്ടുമില്ല. അതെ, അത് അമീർ പറയുന്നതല്ലേ? അത് അമീർ പറയുന്നതല്ലേ? മുഖവിലേക്ക് എടുക്കാമോ? നോക്കൂ, ഈ വെല്ലുവിളിയൊക്കെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് കേട്ടോ, ശ്രദ്ധിക്കണം.
തീർച്ചയായിട്ടും വാക്കുകൾ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കണം. പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്തോന്നറിയോ? മുസ്ലിം ലീഗിനെ ഇപ്പൊ ഈ തീവ്ര മതസംഘടനകൾ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് മുസ്ലിം ലീഗ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാർ മുഴുവൻ ഈ തീവ്രവാദ സംഘടനകളിലേക്ക് പോകുന്നതിന്റെ ഒരു ഉത്തരവാദിത്വം മുസ്ലിം ലീഗിനും കൂടെ ഉണ്ട്. അവിടെയാണ് മുസ്ലിം ലീഗിന്റെ മതേതര നിറം അല്പം മാറുന്നു. അല്ലെങ്കിൽ മുന്നിലും പിന്നിലും ഉണ്ടായിരുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അവിടെ പ്രകടനം നടത്തിയത് ആരാ? നമ്മളെല്ലാം കണ്ടതല്ലേ. SDPI കാരനാണ് അവിടെ പ്രകടനം നടത്തിയത്. SDPI ആണെങ്കിലും നിരോധിക്കപ്പെട്ട ഡോക്ടർ ജയരാജ്, വൈകി വന്ന വിവേകാണോ ഇത്? ഡോക്ടർ ജയരാജ്, വൈകി വന്ന വിവേകാണോ ഡോക്ടർ ജയരാജ്? സംഘപരിവാറും ഈ ആപത്തിലേക്കല്ല വിരൽ ചൂണ്ടിയത്. വൈകി വന്ന വിവേകമൊന്നുമല്ല, വളരെ കൃത്യമായിട്ട് തന്നെ സംഘപരിവാർ അതിനേക്കാൾ വലിയ ആപത്ത്. സംഘപരിവാർ ഈ ആപത്തിലേക്കല്ല വിരൽ ചൂണ്ടിയത്. മതതീവ്രവാദം, മതരാഷ്ട്രവാദികൾ, ഒന്ന് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുന്നതാണ്. അത് കേരള ചരിത്രമെന്നല്ല, ലോക ചരിത്രം. അങ്ങനെ ഷാക്കിറിന് എന്തോ ചോദിക്കാനുണ്ട്. വിത്ത് യുവർ പെർമിഷൻ ഷാക്കിർ പ്ലീസ്. ഒറ്റ കാര്യം ചോദിച്ചോളൂ. അതെ, ഓക്കെ. ഡോക്ടർ ജയരാജനോടാണ്. ഇപ്പൊ 2 ദിവസം മുമ്പ് കേരളത്തിൽ നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നു. കുറച്ച് ദിവസമായിട്ടുള്ളൂ, ദിവസങ്ങൾ മാത്രം. ഈ ഈരാറ്റുപേട്ടയിൽ CPM-ന്റെ വോട്ട് മുഴുവനായി SDPIക്ക് കൊടുത്തു. CPM രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന വാർഡിൽ വെറും 69 വോട്ടോടെ 3-ാം സ്ഥാനത്തേക്ക് CPM പോകുന്നു. SDPI 169 വോട്ടോടെ 223 വോട്ടോടെ 2-ാം സ്ഥാനത്തേക്ക് വരുന്നു. ഏറ്റവും പുതിയതാണ് കേരളത്തിലെ ഈരാറ്റുപേട്ട നഗരസഭയിൽ. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ വോട്ടില്ല. അതേപോലെ 100 ഉദാഹരണം ഞാനിപ്പോ പറയാൻ കഴിയും. എനിക്ക് പറയാം ഏറ്റവും പുതിയത് ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അതേ അവസ്ഥ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ ആരോപണമായിട്ട് പറഞ്ഞിരുന്നത് പത്തനംതിട്ടയിലെ വൈസ് ചെയർമാൻ, ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറയുന്നത് ഇനി കേൾക്കൂ. പത്തനംതിട്ടയിലെ വൈസ് ചെയർമാൻ SDPI പിന്തുണയോടുകൂടിയാണ്, SDPIയുടെ നേതാവാണെന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തിയിരുന്നു. അവർ ലീഗിൽ നിന്ന് വിട്ടുമാറി വന്നിട്ട് അവർ മത്സരിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അവർക്കാണ് CPM 7-7 എന്നുള്ള ഘട്ടത്തിൽ പിന്തുണ കൊടുത്തതെന്ന് അവിടെ തെളിഞ്ഞതാണ്. ഇപ്പൊ പുതിയ വാദവുമായിട്ട് ഈരാറ്റുപേട്ടയിൽ നടക്കുന്നത് PC ജോർജിന്റെ ചില കളികളും അവിടുത്തെ മലയാളികളെ ഇങ്ങനെ ഇടതുപക്ഷം ഒരു പിന്തുണയും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു വാർത്ത പുതിയതായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഏതാണ്? പാവപ്പെട്ട PC ജോർജിന്റെ നെഞ്ചത്തോട്ട് കയറണോന്ന്. ഈരാറ്റുപേട്ടയിൽ എന്ത് സംഭവിച്ചു പറഞ്ഞാണ് ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് PC ജോർജിന്റെ ഡോക്ടർ ജയരാജ് ആദ്യമായിട്ട് കേൾക്കാതെ. ഷാക്കിർ, ഈരാറ്റുപേട്ടയിലല്ലേ PC ജോർജല്ലേ ഇവരെ ഇത്ര ഉയർത്തിക്കൊണ്ട് നടന്നത്? അത് ഏറ്റവും പുതിയതാണ്. ഞാൻ പറഞ്ഞുതരാം. ഇതിനു മുമ്പ് ഇവരുടെ എല്ലാ വേദികളിലും പ്രാസംഗികനായിരുന്നല്ലോ PC ജോർജ്. ഷാക്കിർ, ഞാൻ താങ്കൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇടപെട്ടില്ല. സംസാരിക്കാൻ അവസരം തന്നു. മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജനാധിപത്യ മര്യാദ കാണിക്കണം. താങ്കൾ ചോദിച്ചപ്പോൾ ഒരു അവസരം ഞാൻ തന്നു. താങ്കൾ ചോദിച്ച ഓരോ തൊഴിൽന്യായങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ഞാൻ പറയട്ടെ. ഡോക്ടർ ജയരാജ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് പാർട്ടി പരിപാടിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ മാറിയതുകൊണ്ടോ പോളിറ്റ് ബ്യൂറോയിൽ ആക്ടിംഗ് സെക്രട്ടറി ആയതുകൊണ്ടോ ഒന്നുമല്ല. പാർട്ടി പരിപാടിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് അണുവിടെ വ്യത്യാസമില്ലാതെയാണ് വിജയരാഘവൻ സംസാരിച്ചത്. അതുകൊണ്ടാണ് പാർട്ടി നേതാക്കളെല്ലാം പിന്തുണ കൊടുത്തതും. അല്ലെങ്കിൽ അവർ തള്ളിപ്പറഞ്ഞേനെ ഇത് വിജയരാഘവന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറഞ്ഞേനല്ല. അവരത് പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് പറയാറുന്നത്? PK ശ്രീമതി പറഞ്ഞോ? ഗോവിന്ദ മാഷ് പറഞ്ഞോ? വേറെ ആരെങ്കിലും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞോ? എല്ലാവർക്കും ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ. ഇത് പാർട്ടി പരിപാടിയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. സംശയം ഉണ്ടെങ്കിൽ ശ്രീമത് സാറിന്റെ പാർട്ടി പരിപാടി എടുത്ത് വായിച്ചു നോക്കാം. വളരെ കൃത്യമായിട്ട് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പാർട്ടി പരിപാടി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട്, കൃത്യമായ സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടും, കൃത്യമായ നയവ്യത്യാസങ്ങൾ വരുന്നത് ഏതൊക്കെ ഘട്ടങ്ങളിലാണെന്ന് തിരിച്ചറിയുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടും വിമർശനത്തിന് അതീതരല്ല എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. വിമർശനത്തിന് അതീതരാണ്. വിമർശനം നടത്താറുണ്ട്, സ്വയം വിമർശനം നടത്താറുണ്ട്, തുരുമ്പുകളുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാറുണ്ട്. അങ്ങനെയാണ് ഒരു കേഡർ പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത്. ആ രീതിയിലുള്ള ഏത് വലിയ നേതാവാണെങ്കിലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും
ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളും CPM-ൽ ഇപ്പൊ നടക്കുന്ന ഡോക്ടർ ജയരാജ് ഒറ്റ കാര്യം കൂടി, പാർട്ടി പ്ലീനത്തിലും പാർട്ടി കോൺഗ്രസിലും പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണോ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നത്? ആണോ ഈ പാർട്ടി പരിപാടികളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണോ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നത്? ഞാൻ പറയട്ടെ, ഇല്ല, ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ അങ്ങനെ ശരിയാണെന്ന് പറയുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില അടവുകളുടെ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ചില വ്യതിചലനങ്ങൾ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അടവ് നയങ്ങളുടെ പിറകെ പോകും. അങ്ങനെ അടവ് നയങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ നേരത്തെ ഷാക്കിർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈരാറ്റുപേട്ടയിൽ SDPI ആയിട്ട് സഹകരിക്കുന്നതും, അതുമാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പലയിടങ്ങളിലും SDPIയുടെ പിന്തുണ നേടി അധികാരത്തിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഡോക്ടർ ജയരാജ്, അത് മറച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സതുദ്ദേശപരമായിട്ടുള്ള ഒരു പ്രസ്താവനയായി പരാമർശമായിട്ട് കാണാനാവില്ല എന്നുള്ളതാണ് എന്റെ ടേക്ക്. അനിൽ സാറേ, ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ നമ്പേഴ്സ് വെച്ചിട്ടാണ് ഇതൊക്കെ ഇതാക്കുന്നത്. പിന്നെ ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ അതല്ല ഈ മതതീവ്രവാദത്തിനെതിരെ മതരാഷ്ട്രവാദത്തിനെതിരെ ഉറച്ച നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ അത് മേൽത്തട്ട് തൊട്ട് താഴെ തട്ട് വരെ നടപ്പിലാക്കണം. അതാണ് അന്തസ്. അതാണ്. അല്ലാതെ ഞങ്ങൾ ഈ അധികാരം കിട്ടാൻ വേണ്ടി പ്രാദേശിക തലത്തിൽ ഇങ്ങനെ നീക്കുപോക്കുകളാകാം, അല്ലെങ്കിൽ അടവ് നയമാകാം. പിന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ കോൺഗ്രസ്സുകാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇവിടെ വിഷയം. കോൺഗ്രസ്സുകാർക്ക് ബൈ ഹുക്ക് ഓർ ക്രൂക്ക് 8 വർഷം PDPയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. അവർ ഏത് മാർഗം അവലംബിച്ചും, ഏത് വൃത്തികെട്ട മാർഗം അവലംബിച്ചും PDPയുടെ വോട്ട് കിട്ടിയിട്ടില്ല. PDP പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോന്നൊന്നുമല്ലല്ലോ വിഷയം. ഞാൻ പറഞ്ഞു വന്നത് ഇതാണല്ലോ. ഈ പറഞ്ഞ വിഷയത്തിൽ അബ്ദുൽ നാസർ മദനിക്ക് ചുവപ്പ് പരവതാനി വിരിച്ചത് ആരാണ്? ഡോക്ടർ ജയരാജ്. പ്രേക്ഷകർക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ മതതീവ്രവാദത്തിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ മറ്റേ വിരൽ നേരെ നിങ്ങൾക്കെതിരെയാണ് ചൂണ്ടപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കുക ജയരാജ്.